ഗേസ് അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ കപ്പ പുഴുങ്ങിയതും കടമാങ്ങ ചമ്മന്തിയും പുളിമുളകും ഞാൻ ഇവിടെ കട്ടനും കൂട്ടി 3:30 ആയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് അത് അങ്ങനെ ഞാൻ ഇപ്പോൾ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോവേണ് ഗേസ്. അപ്പോൾ ഗേസ് നമുക്ക് കപ്പ കഴുകി എടുക്കാം. അപ്പോൾ ഗേസ് കപ്പ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല നാടൻ കപ്പയാണ്. നമുക്കിത് കുക്കിന് വേണ്ടിയിട്ട് വേവുന്നതിന് ആവശ്യത്തിനായിട്ട് നമുക്ക് അടുപ്പിക്കും. അപ്പോൾ ഗേസ് നമ്മൾ കുക്കിനായിട്ട് വെച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഗേസ് നമുക്ക് ഇത് കപ്പ നാടൻ കപ്പ വേവുന്ന സമയത്ത് നമുക്കൊരു കടമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ കടമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാടൻ ഇഞ്ചി, 3 കൊച്ചുള്ളി, 3 കാന്താരി മുളക് നല്ല പഴുത്തതാണ്. അപ്പോൾ എരി കുറച്ച് മതി. അപ്പോൾ നല്ല എരി ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ, കടമാങ്ങ. ഓക്കെ, ഇത് നമുക്ക് അമ്മയിലിട്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഗെയ്സ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഗെയ്സ് നമ്മളെ കടമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് നാടൻ പുളിമുളക് ഉണ്ടാക്കാം കപ്പയ്ക്ക്. അപ്പോൾ ഗെയ്സ് ഞാൻ പുളിമുളകിന് വേണ്ടി എടുത്ത തൊണ്ടമുളക് 2, 3 കൊച്ചുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയാണ് ഗേസ്. ഞാനിന്ന് പുളിമുളക് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. ഓക്കെ, ഇതിനെ ഒന്ന് അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം. അപ്പോൾ ഗേസ് ഞാൻ നേരത്തെ ഇത് കാണിച്ചത്, അതായത് ഉള്ളിയും ഉപ്പും തൊണ്ടമുളക് കൂടെ ഇട്ട് ചതച്ചെടുത്ത് നമുക്ക് ഇനി ഇതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഗേസ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ പുളിമുളക് നാടൻ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള പുളിമുളക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഗേസ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ചതച്ചെടുത്തപ്പം തന്നെ ആ തൊണ്ടമുളകിൻ്റെയും ഉള്ളിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എൻ്റെ വായിൽ വെള്ളം ഊറുന്നു ഗേസ്. അപ്പോൾ ഗേസ് കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നല്ല നാടൻ കപ്പ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് കപ്പ തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ടൻ ചായ ഇടാം. ഓക്കെ, ഇപ്പം നമ്മൾ സുലൈമാനി അടുപ്പി വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ കട്ടൻ ചായ. അപ്പോൾ കട്ടൻ ചായ തിളയ്ക്കാൻ ഗേസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കട്ടൻ നമുക്ക് ഒരുപാട് നേരം നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോകണമെന്നുള്ളവരാണെങ്കിൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ഗേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിളയ്ക്കുന്ന കാണാൻ പറ്റും. അതായത് പെട്ടെന്ന് തിളയ്ക്കും കേസ്. നമുക്ക് ഒരുപാട് നേരം അടുപ്പിൻ്റെ മൂട്ടി നിൽക്കേണ്ട. അപ്പോൾ കാരണം എൻ്റെ കട്ട നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേസ്. കാരണം നമുക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേസ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഒരുപാട് പോകില്ല. നമ്മൾ അടുപ്പിൽ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുക. ആ കട്ടൻ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗേസ് നമ്മളെ വെള്ളം നല്ല രീതിയിൽ പഞ്ചസാര ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം ഗേസ്. നമുക്ക് ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് വെള്ളം തിളയ്ക്കുക. അതായത് നമുക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം വെട്ടി തിളയ്ക്കും. നമ്മളെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തേയില ഇട്ട് കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തോണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നമുക്ക് തേയില മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റുമാണ് ഗേസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇടാം. അപ്പോൾ ഞാനിപ്പോൾ കപ്പ അഴിക്കുന്നതിനെ കൊണ്ട് അതിനകത്ത് ഏലക്ക ഇടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല മണവും ആയിരിക്കും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗേസ് എൻ്റെ കട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കട്ടൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇനി കപ്പയും റെഡി ആയിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ ഗേസ്, നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗേസ്. നമുക്കിത് എടുക്കാം. ഓക്കെ.